ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് മെട്രിസസ് ആണ്. അപ്പോൾ ബോത്ത് CSIR നെറ്റ് ഫിസിക്സിനും അതേപോലെ തന്നെ ഗേറ്റ് ഫിസിക്സിനും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് മെട്രിസസിൽ. അത് സിമ്പിളുമാണ്, അതുപോലെ നമുക്ക് അറിയെങ്കിൽ പെട്ടെന്ന് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. സിലബസ് നമുക്ക് നോക്കാം. സിലബസ് ഫസ്റ്റ് വരുന്നത് ബേസിക് കൺസെപ്റ്റ്സ്, ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്, മെട്രിക്സ് അഡിക്ഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് മെട്രിസസ്, matrix multiplication and their properties, trace of a matrix and their properties, some special matrices, linear system of equations, solution using matrix method, linear independence and rank of a matrix, properties of determinants, inverse of a matrix, linear operations and linear transformation, rotation matrices, eigenvalue problem, eigenvalues and eigenvectors, Cayley-Hamilton theorem, similarity transformation, diagonalization, functional matrices. ഇതിനകത്ത് ഈ കാലെ-ഹാമിൽട്ടൺ തിയറും അതേപോലെ ഡയഗണലൈസേഷൻ, ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, ഇതൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക് കൺസെപ്റ്റ്സ്. എ മെട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പർ ഓർ ഫംഗ്ഷൻസ് അറേഞ്ച്ഡ് ഇൻ റോ ഓർ കോളംസ്. മെട്രിക്സിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻസ് ആവാം, കോൺസ്റ്റൻസ് ആവാം, അങ്ങനെ എന്തായാലും അത് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. റോസ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്നത്, ഇതാണ് റോസ്. അതേപോലെ ടോപ്പ് ടു ബോട്ടം ഇതാണ് കോളംസ്. ദ ഇൻഡിവിജ്വൽ ഐറ്റംസ് ഇൻ ദ മെട്രിക്സ് ആർ കോൾഡ് എലമെൻറ്റ്സ് ഓർ എൻറ്റിറ്റീസ്. ഈ ഓരോരോ എലമെൻറ്റ്സ്, ഇതിനെയാണ് നമ്മൾ മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും അതേപോലെ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസും ആണ്. അപ്പോൾ എം നമ്പർ ഓഫ് റോസ് ഉണ്ടാവും, അതേപോലെ എൻ നമ്പർ ഓഫ് കോളംസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു മെട്രിക്സിനെ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുക M/N എന്ന ഫോമില, എം നമ്പർ ഓഫ് റോസും എൻ നമ്പർ ഓഫ് കോളംസും. അതേപോലെ ഒരു എലമെൻറ്റ് AIJ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്താൽ AIJ എന്ന് പറയുന്നത് ith റോയിലും ജേത്ത് കോളത്തിലും. ith റോ എന്ന് പറയുമ്പോൾ ഇതിൽ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ, അതിൽ എത്ര ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ, അങ്ങനെ. അതേപോലെ റെക്റ്റാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ അറിയാലോ, ലെങ്ത്തും ബ്രെഡ്ത്തും ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഡിഫറെൻ്റ് ആയിരിക്കും. സ്ക്വയർ ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിരിക്കും, എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കും, M=N ആയിരിക്കും. അപ്പോൾ ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പർ ട്രയാങ്കുലർ എലമെൻറ്റ്സും ലോവർ ട്രയാങ്കുലർ എലമെൻറ്റ്സും പറയുന്നത്. ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ ഈ ഡയഗണൽ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്ന ഈ ഡയഗണലിനാണ് നമ്മൾ മെയിൻ ഡയഗണൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത്. ഈ ഡയഗണലിനെ റെപ്രസെൻറ്റ് വെച്ചിട്ട് റെസ്പെക്റ്റീവ് ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പർ ട്രയാങ്കുലർ എലമെൻറ്റ്സും ലോവർ ട്രയാങ്കുലർ എലമെൻറ്റ്സും പറയുന്നത്. ഈ മെയിൻ ഡയഗണലിന് മുകളിൽ വരുന്ന ഈ ട്രയാങ്കുലർ പോർഷൻ, ഈ ഒരു പോർഷനിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും നമ്മൾ അപ്പർ ട്രയാങ്കുലർ എലമെൻറ്റ്സ് എന്ന് പറയും. അതേപോലെ ഈ മെയിൻ ഡയഗണലിന് ബോട്ടം പോർഷനിൽ വരുന്ന ഈ മൊത്തം എല്ലാ എലമെൻറ്റ്സിനെയും നമ്മൾ ലോവർ ട്രയാങ്കുലർ എലമെൻറ്റ്സ് എന്ന് പറയും. പിന്നെ ഒരു മെട്രിക്സിൻ്റെ അകത്ത് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. ഇപ്പോൾ ഇവിടെ സ്ക്വയർ മെട്രിക്സ് അതിനെ കൊണ്ട് n/n വരും. ദെൻ അതേപോലെ തന്നെ നമ്പർ ഓഫ് ലോവർ ട്രയാങ്കുലർ എലമെൻറ്റ്സും നമ്പർ ഓഫ് അപ്പർ ട്രയാങ്കുലർ എലമെൻറ്റ്സും കാണാനുള്ള ഫോർമുലയാണ് n² - n/2. അപ്പം ഈ n എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ്. ഈ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എത്ര എണ്ണം ഉണ്ടാവും, n നമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ n/n സ്ക്വയർ മെട്രിക്സിലാണെങ്കിൽ n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും പ്രിൻസിപ്പൽ ഡയഗണലിൽ. അപ്പം അപ്പർ ട്രയാങ്കുലർ എലമെൻറ്റ്സ് n² - n/2, ലോവർ ട്രയാങ്കുലർ എലമെൻറ്റ്സും n² - n/2 ഉണ്ടാവും.